സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി ലഭിച്ചതോടെ കേരളത്തിലേക്ക് എത്താൻ താൽപര്യം പ്രകടിപ്പിച്ച പ്രമുഖ സർവകലാശാലകൾ അസീം പ്രേംജി സർവകലാശാല, ലവ്ലി പ്രൊഫഷണൽ, അമിറ്റി അടക്കമുള്ള സർവകലാശാലകളാണ് കേരളത്തിലേക്ക് എത്തുക. സ്വകാര്യ സർവകലാശാല ബിൽ സഭയിൽ എപ്പോൾ അവതരിപ്പിക്കുമെന്നതിൽ നാളെ തീരുമാനമുണ്ടാകും. സെയ്ഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സെയ്ഫ്, സർക്കാരിൻ്റെ പുതിയ നയം വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണോ സർവകലാശാലകൾ? അതെ നിഷാദ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ തന്നെ കേരളത്തിനോട് താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകൾ തന്നെ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയാണ്. ഇന്നലെയാണ് സർവകലാശാല ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. ആ ബില്ലിൻ്റെ ഘടനയ്ക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകൾ നേരത്തെ തന്നെ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അസീം പ്രേംജി സർവകലാശാല ആണ്. അതുപോലെ തന്നെ ലവ്ലി പ്രൊഫഷണൽ, അമിറ്റി അടക്കമുള്ള പ്രമുഖർ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. 3-4 സർവകലാശാലകൾ കൂടി ഇനിയും താല്പര്യം പ്രകടിപ്പിച്ച് വരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ഇന്നലെ മന്ത്രിസഭാ യോഗം കരട് ബില്ലിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ കരട് ബില്ല് എന്ന് നിയമസഭയിൽ കൊണ്ടുവരണം എന്ന തീരുമാനമെടുത്തിട്ടില്ല. 13-ാം തീയതി നിയമസഭയിൽ കൊണ്ടുവരാമെന്നാണ് ആലോചിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ നാളെ ബജറ്റിന്മേലുള്ള പൊതുചർച്ച അവസാനിക്കും. മറ്റന്നാൾ ഗവൺമെൻറ് കാര്യത്തിന് വേണ്ടിയാണ് ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. അന്ന് ആ ബില്ല് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ആലോചന. പക്ഷേ കാര്യോപദേശക സമിതിയിലേക്ക് എത്തിയാൽ മാത്രമേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് പോയതുകൊണ്ട് നിയമസഭയിലില്ല. അതുകൊണ്ട് ഇന്ന് ചേരാൻ തീരുമാനിച്ചിരുന്ന കാര്യോപദേശക സമിതി യോഗം നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ അറിയാം ആ ബില്ല് എന്നാണ് സഭയിലെത്തുന്നത് എന്ന്. നിഷാദ്.